ചോറ് വയ്ക്കുന്ന ഇടയിലാണ് നമ്മളുടെ ഇപ്പോൾ ഏറ്റവും വില കൂടി നിൽക്കണ ഐറ്റം അത് കഴിഞ്ഞു പോയത്. അതായത് ഗ്യാസ് തീർന്നു. ഇനി അടുത്ത പരിപാടിയൊക്കെ ഒന്നുകിൽ മണ്ണെണ്ണ സ്റ്റൗ അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് അടുപ്പ് കത്തിക്കേണ്ടി വരും. വീട്ടിലെന്താ പ്രത്യേകത വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ അടുപ്പില്ല. അത് എന്താ പറയുക, ഈ ഓരോ വീടിനത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഇതുണ്ടല്ലോ. അപ്പോൾ അത് കാരണം മൊത്തത്തിൽ പോയി കിടക്കുക. സോ ഇനി അടുത്ത പരിപാടി നമ്മളുടെ സ്റ്റവിൻ്റെ കാര്യം എന്തായാലും നോക്കാം. കാരണം കുറേ കാലമായി അത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് എടുത്തുവെച്ച് നമ്മളെ സ്റ്റവ് ഇതാട്ടോ. ആദ്യം ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാം. അതാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. കുറച്ച് പൊടി ഇതൊന്നും ഉപയോഗിക്കാനൊന്നുമില്ല. ഇപ്പോൾ എന്താ പരിപാടിയെന്ന് അറിയില്ല, എന്താണ് വർക്ക് ചെയ്യുമോ എന്തോ. കുറച്ച് രണ്ട് മൂന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കില്ല, അല്ലാതെ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം നമ്മൾ തട്ടിപ്പൊട്ടി വൃത്തിയാക്കി പലകട മുകളിലാണ് പൊളിച്ചിട്ട് പോയി. ഇതാണ് മെയിൻ പരിപാടി. നിർത്തണം. അമ്മ തട്ടി കൊട്ടണേൻ്റെ കേട്ടോ. ഇത് ഇങ്ങനത്തെ അച്ചാറുകളും സാധനങ്ങളും കൊടുന്ന് വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള. അപ്പം ഇത് കത്തില്ലെന്നൊന്ന് നോക്കി നോക്കാം. ഇവിടെ മണ്ണെണ്ണ സ്റ്റൗ. അപ്പോൾ നമ്മളെ മണ്ണെണ്ണ സ്റ്റൗ പണി തന്നു. അത് തുറക്കാൻ പറ്റുന്നില്ല. ഈ സാധനം ഇത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മണ്ണെണ്ണ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തുറക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നമ്മൾ പുറത്തൊരടുപ്പ് സെറ്റ് ചെയ്യും. ആ അടുപ്പ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടോ. 2 കല്ലൊക്കെ എടുത്ത് ശരിയാക്കി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അടുപ്പാക്കി മാറ്റിയത്. ഇത് വീട്ടിൻ്റെ ഏറ്റവും ബാക്ക് വശമാണ്. അപ്പോൾ അവിടെ ഒരു ഈ ഒരു സ്ഥലം, ഇത്രയൊരു സ്ഥലത്ത് ഈ ഒരു അടുപ്പ് സെറ്റാക്കിയത് വെള്ളം നൽകിയത് നാളത്തേക്കുള്ള വെള്ളമാണ്. കാരണം വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ വെള്ളം കിണറ്റുന്നായാലും അതേ ഭയങ്കര പ്രശ്നങ്ങളാണ്. സോ ഒരടുപ്പ് സെറ്റാക്കി അടിച്ചു. പിന്നെ ഇതിൽ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് കേട്ടോ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയി. ഇനിയൊരു മസാലകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വേവിച്ച് വറുത്തിട്ട് റെഡി ആയി. അപ്പോൾ നമ്മൾ വെള്ളം അങ്ങ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഗ്യാസ്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പുകയാണ്. കണ്ണൊക്കെ നല്ല നീറുണ്ട് ഈ പുക വന്നിട്ട്. ഞാൻ എന്തായാലും ഞാനൊരു കാര്യം ചിന്തിച്ചിരുന്നു.